ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു പുതിയ പുസ്തക പഠനം, റോമർക്കെതി ലേഖനം. ഈ പഠനത്തിൻ്റെ 30ാമത്തെ പഠനത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. റോമർക്കെതി ലേഖനം അതിൻ്റെ 2ാം അധ്യായത്തിൽ നാം പ്രവേശിച്ചു. 1ാം അധ്യായത്തിൽ വിശദമായി അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുറജാതികളുടെ അവസ്ഥ, ദൈവമുമ്പിൽ അവരെ എപ്രകാരമാണ് ദൈവം കാണുന്നത് എന്ന് ഒരു കോടതി മുറിയിൽ എന്ന പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ദൈവത്തിൻ്റെ ക്രോധം, ദഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം സ്വീകരിപ്പാൻ, ഏറ്റുവാങ്ങാൻ ആയിരിക്കുന്ന നിലയിലാണ് ജാതികളുടെ ലോകം. ദൈവം അവർക്ക് കൊടുത്ത വെളിച്ചത്തെ ഊതിക്കെടുത്തിയവർ, ദൈവം അവരെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതശൈലി തരം താഴ്ന്ന് മൃഗീയമായി, മൃഗത്തെക്കാളും തരം താഴ്ന്ന തരത്തിൽ അവലക്ഷണമായിട്ടുള്ള അവമാന രാഗങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ പാപങ്ങൾ സ്വയം ചെയ്യുക മാത്രമല്ല, പാപം ചെയ്യുന്ന മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത പരിതാപകരമായ ഒരു തരം താഴ്ന്ന അവസ്ഥ നാം കണ്ടു. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ന്യായമാണ്. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ 2ാം അധ്യായത്തിൽ യഹൂദ സമൂഹത്തെക്കുറിച്ച് പരാമർശിച്ചു. പുറജാതികൾ ലോകത്തിന് വരാൻ പോകുന്ന വലിയ ശിക്ഷാവിധി കേൾക്കുമ്പോൾ യഹൂദ സമൂഹം ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാകാം, അവർ പക്ഷേ ചിന്തിക്കുന്നുണ്ടാകാം, നമ്മൾ ഏതായാലും ഇത്രത്തോളം തരം താഴ്ന്നിട്ടില്ല, ഇത്രത്തോളം പാപത്തിൽ വീണുപോയിട്ടില്ല, നാം ശ്രേഷ്ഠതയുള്ളവരാണ്, നാം പ്രത്യേകതയുള്ളവരാണ് എന്ന തരത്തിൽ അവർ സ്വയം കണ്ടു. പക്ഷെ അത് അപകടമായിരുന്നു. അവർക്കും ദൈവനീതി ആവശ്യമാണ്. അവരും പാപത്തിൻ്റെ കീഴിലാണ്. അവർ ദൈവശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ അവരും യോഗ്യരായി കിടക്കുകയാണ്. കാരണം ഏറ്റവും അധികം ലഭിച്ചവരാണ്, കൂടുതൽ പ്രകാശം ലഭിച്ചവരാണ്. ദൈവത്തിലെ തിരുവെഴുത്തുകളുടെ പക്കൽ പരിമേൽപ്പിക്കപ്പെട്ടു. പല വിശേഷണങ്ങളും പ്രയോജനങ്ങളും അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവർ ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരത്തിനൊത്തവണ്ണം ഉയർന്നില്ല. അത് അവരുടെ ശിക്ഷയ്ക്ക് കാരണമായി. അവരുടെ ധാർമ്മികമായിട്ടുള്ള സൽപ്രവൃത്തികൾ, അവരുടെ ധാർമ്മിക പ്രവൃത്തികളിൽ ആശ്രയിച്ചു അവർ നല്ലവരാണ് എന്ന ചിന്താഗതിയുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി റോമലേഖനം 2ാം അധ്യായത്തിൽ 2 തരത്തിലാണ് യഹൂദജനത്തെ നേരിട്ടത്. ഒന്ന്, അവരുടെ മോറലി ഗുഡ് പീപ്പിൾ, ധാർമ്മികമായി നല്ലവരാണെന്നുള്ള ധാരണ. മറ്റുള്ളവരുമായി ചേർത്ത് ഉപമിക്കുന്ന സ്വഭാവം യഹൂദന്മാർക്ക് എപ്പോഴുമുണ്ട്. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വ്യക്തമായി സൂചിപ്പിച്ചു. ഇവിടെ 2ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം മുതൽ ആരംഭിക്കുമ്പോൾ ഇപ്രകാരമാണ് പൗലോസ് ആരംഭിച്ചത്: അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. കർത്താവ് യേശു പോലും ഒരിക്കൽ 2 പേർ പ്രാർത്ഥിക്കാൻ പോയി ഉപമ പറഞ്ഞു. ഒരുവൻ പരീശൻ, മറ്റൊരുവൻ ചുങ്കക്കാരൻ. പരീശൻ്റെ പ്രാർത്ഥന സ്വയം ഉയർത്തിക്കൊണ്ട്, ദൂരെ മാറി നിൽക്കുന്ന ചുങ്കക്കാരനെ എല്ലാവിധത്തിലും വിധി നടത്തിക്കൊണ്ട്, അവനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് താൻ കേമനാണ്, ശ്രേഷ്ഠനാണ്, ഉന്നതമായ ജീവിത നിലവാരമുള്ളവനാണെന്നുള്ള ധാരണയിൽ, ചിന്താഗതിയിൽ ദൈവത്തോട് അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ച മനുഷ്യൻ. പക്ഷെ മറുവശത്ത് നിന്നതായ ചുങ്കക്കാരനാണോ മാറത്തടിച്ചുകൊണ്ട് ദൂരെ മാറി നിന്നു, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു. കർത്താവ് യേശു വ്യക്തമായി കാണിച്ചു കൊടുത്ത യഹൂദ പുരുഷാരത്തോട്, പരീശ ശാസ്ത്രി നേതൃത്വത്തോട്, ഈ ചുങ്കക്കാരനാണ് ദൈവം മുമ്പിൽ നീതീകരിക്കപ്പെട്ടത്. സ്വയം ഉയർത്തുന്നവൻ എപ്പോഴും താഴ്ത്തപ്പെടുമെന്നുള്ള ലളിതമായ സത്യം പലതവണ തിരുവെഴുത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ദൈവം പൗലോസിലൂടെ, അല്ലെങ്കിൽ ദൈവാത്മാവ് വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു, ഈ സ്വയം ഉയർത്തിയ ധാർമ്മിക പ്രവർത്തികൾ ഊറ്റം കൊണ്ട മനുഷ്യൻ, അവൻ്റെ തരം താഴ്ന്ന അവസ്ഥ, അത് യഹൂദന്മാരെ രക്ഷിച്ചില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1ാം അധ്യായത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പൗലോസ് എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്നുമല്ല, പുറജാതികളെപ്പോലെ നിങ്ങളും താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, നിങ്ങളും അധംപതനത്തിലാണ്. നിങ്ങൾ രണ്ടും ഒരേ പാതയിൽ തന്നെയാണ്. 2 കൂട്ടർക്കും ദൈവ വെളിപാട് കിട്ടി, 2 കൂട്ടർക്കും ദൈവഹിതം എന്തെന്നറിയാം, 2 കൂട്ടരും ദൈവഹിതത്തെ അനുസരണക്കേട് കാണിച്ചു. 2 കൂട്ടർക്കും അറിയാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ മരണയോഗ്യരാണ്. അപ്പോൾ നിങ്ങൾ 2 കൂട്ടരെയും ഒരേപോലെ, അതായത് പുറജാതികളും യഹൂദന്മാരും ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 16 വാക്യങ്ങളും യഹൂദന്മാരെക്കുറിച്ച് തന്നെയാണെന്ന് വ്യക്തമായി നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ യഹൂദൻ്റെ ഏറ്റവും വലിയ സ്വഭാവം നമ്മൾ കണ്ടു, മറ്റുള്ളവരെ വിധിക്കുക, മുൻവിധിയോടുകൂടി മറ്റുള്ളവരെ വിധിക്കുക. പൗലോസ് വ്യക്തമായി അദ്ദേഹത്തെ ചോദിക്കുക, നീ മോഷ്ടിക്കരുതെന്ന് ഉപദേശിക്കുക, നീ തന്നെ മോഷ്ടിക്കുന്നു. വിഗ്രഹാരാധന തെറ്റെന്ന് പറയും, നീ തന്നെ വിഗ്രഹാരാധന നടത്തുന്നു. നീ ഉപദേശിക്കാൻ സമർത്ഥനാണ്, പക്ഷെ നീ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നീ അവിടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, നിനക്ക് പ്രതിവാദം പറവാനില്ല, നിനക്കിനി ന്യായീകരണമോ ഒഴുകഴിവുമില്ല. കാരണം അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുന്ന വ്യക്തി അതേ തെറ്റ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്.
അത് വല്ലാത്തൊരു പരിതാപകരമായ അന്ധതയാണ്, കുരുടമായ അവസ്ഥയാണ്. ഇപ്പോൾ യഹൂദൻ എപ്പോഴും സ്വയം കുറ്റവാളിയായി നിൽക്കുകയാണ്, സ്വയം കുറ്റം വിധിക്കപ്പെടുകയാണ്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്താൻ പ്രത്യേക കഴിവുള്ളവനാണ്. മറ്റുള്ളവരെ വിധിക്കുന്നവൻ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ കഴിവുള്ളവനാണ്. മറ്റുള്ള കണ്ണിലെ കരടന്വേഷിക്കുന്നവനാണ്. ഞാൻ ആ ചുങ്കക്കാരനെ പോലെയല്ല. ഞാൻ പതാരം കൊടുക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരുക്കോടി നിന്നുകൊണ്ട് ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ മറ്റുള്ളവരെ വിധിക്കാൻ മിടുക്കനാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്നത്, മറ്റുള്ളവരെ പാപത്തെ നീ ചൂണ്ടിക്കാട്ടുമ്പോൾ അതേ കഴിവ് പോരെ നിനക്ക് നിൻ്റെ സ്വന്തം പാപം കാണാൻ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നീ നിനക്ക് നിൻ്റെ സ്വന്തം ജീവിതം എന്തുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ ചേർത്ത് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തോട്. മറ്റുള്ളവർക്കെതിരെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതേ മാനദണ്ഡവും നിലവാരവും നമ്മുടെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ച് പരിശോധിക്കണം. മറ്റുള്ളവരൊരു കാര്യം പറയുവാൻ ഞാൻ യോഗ്യനാണോ? മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ ഞാൻ യോഗ്യനാണോ? അവർ ചെയ്യുന്ന തെറ്റെന്ന് പറയുമ്പോൾ നാം ചെയ്യുന്നത് എന്താണെന്ന് സ്വയം പരിശോധിക്കണം. ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ച് മറ്റുള്ള പാപത്തെ, തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് അതേ കഴിവ് പോരെ സ്വന്തം പാപത്തെ കാണാൻ? ദൈവഹിതത്തിന് വിരോധമാണ് ഈ ജീവിതം മറ്റുള്ളവർ ജീവിക്കുന്ന പറയുന്നവർ സ്വന്തം ജീവിതം എന്തുകൊണ്ട് കാണുന്നില്ല? ഇതാണ് തുടർന്ന് 17 എന്നുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വ്യക്തമായി നമ്മൾ കാണാൻ സാധിക്കും അവരുടെ ഈ അവസ്ഥ. കാരണം അവിടെ പൗലോസ് അപ്പോസ്തലൻ ശക്തമായ ഭാഷയിൽ തന്നെ ചോദിക്കും, നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഉപദേശത്തോട് അല്പം വിശ്വസ്തത വേണം, ഉപദേശത്തോട് അല്പം സത്യസന്ധത വേണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പാടുള്ളൂ. ഇത് വെറും പ്രസംഗമല്ല, ഇതൊരു അഭ്യാസമല്ല, ഇത് ജീവിതമായിരിക്കണം. അപ്പോൾ സ്വയം നീതീകരിച്ച ഇവർ, അവർ പക്ഷേ വേദനയോടുകൂടി അവരുടെ അവസ്ഥ എളിമയോടുകൂടി തിരിച്ചറിയേണ്ടതായിരുന്നു അവരുടെ പാപത്തെ. കാരണം മറ്റുള്ള പാപം കാണാൻ എനിക്കറിയാം, മറ്റുള്ള തെറ്റുകൾ എനിക്ക് ദൂരെ നിന്ന് തന്നെ കേൾക്കാം, ദൂരെ നിന്ന് തന്നെ കാണാം, എനിക്ക് വിലയിരുത്താം, എനിക്ക് പരിശോധിക്കാം, എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ നീ അതേ കഴിവ് നിൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിക്കേ, സ്വന്തം ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ചേ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഇതിനകം പറഞ്ഞു, ദൈവന്യായം അവർ അറിഞ്ഞിട്ട്, അതായത് ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ട്. ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ, മാർഗങ്ങൾ നിങ്ങൾക്കറിയാം. ഇന്നിങ്ങനെ ചെയ്താൽ മരണയോഗ്യരാണ്, ശിക്ഷ കിട്ടുമെന്നറിയാം. അതേപോലെ ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന എന്താണ്? എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു നാം അറിയുന്നു. ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് സത്യത്തിനനുസരിച്ചാണ്. ആരുടെ അഭിപ്രായം കേട്ടിട്ട് ദൈവം വിലയിരുത്തില്ല. എന്നെക്കുറിച്ച് നിങ്ങളെന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ദൈവം അതനുസരിച്ച് പ്രവർത്തിക്കില്ല. നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ചല്ല ദൈവം നിങ്ങളോട് ഇടപെടുന്നത്. നമ്മുടെ ജീവിതത്തോട് ദൈവം ഇടപെടുന്നത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിനെല്ലാം അറിയാം. പുറമേ കാണുന്നത് മാത്രമല്ല, ആ പുറമേ ഉണ്ടായ സംഭവത്തിൻ്റെ പിന്നിലുള്ള നമ്മുടെ മനോനില, സാഹചര്യം, അവസ്ഥ, ചായ്വ് എല്ലാം ദൈവത്തിനറിയാം. ഇപ്പം ഇവിടെ സത്യാനുസരണമാണ് ദൈവത്തിൻ്റെ വിധി നിങ്ങൾ അറിയുന്നു എന്ന് നാം അറിയുന്നു. ദൈവ സത്യത്തിനനുസരിച്ചാണ് വിധി നടത്തുന്നത്. ദൈവ നീതിയുള്ള ന്യായാധിപനാണ്. ദൈവ മുഖപക്ഷം കാണിക്കാത്തവനാണ്. തുടർന്ന് 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിച്ചു, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ. ഇവിടെ 30-31 വാക്യങ്ങളിൽ വ്യക്തമായി പുറജാതികളുടെ ലോകത്ത് അവിടെ കണ്ടുവരുന്ന പാപങ്ങൾ, 21ഓളം പാപങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ സ്വയം അഹങ്കരിച്ച് നമ്മളേതായാലും അതുപോലെയൊന്നുമല്ല എന്ന് പറഞ്ഞ് സ്വയം ഉയർത്തി ഇവരെല്ലാം മറ്റുള്ളവരെ വിധിക്കുന്നവർ. അപ്പോൾ പൗലോസ് ചോദിക്കുന്നു, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നീ നനയ്ക്കുന്നുണ്ടോ? മറ്റുള്ളവരെ വിധി നടത്തുന്ന മനുഷ്യൻ ദൈവവിധിയിൽ നിന്ന് തെറ്റി ഒഴിയില്ല. മറ്റുള്ള വിധി നടത്താൻ നമുക്ക് അവകാശമില്ല. മറ്റുള്ളവരുടെ ജീവിതത്തെ ബാഹ്യമായി മാത്രം കണ്ട്, പുറമേ മാത്രം കണ്ടിട്ട് അവിടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി നടത്താൻ ഒരു മനുഷ്യനും കഴിവില്ല. നമുക്ക് അറിവില്ല. നമ്മൾ സ്വാർത്ഥരാണ്. നമ്മളിൽ തന്നെ പാപമുണ്ട്. പാപമുള്ളത് കൊണ്ട് നമ്മുടെ കാഴ്ച മങ്ങിപ്പോകും. ഒന്നും വ്യക്തമായി കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത ആൾ എങ്ങനെ വിധി നടത്തും? ഇപ്പോൾ കോടതിയിൽ തന്നെ പല സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ കാഴ്ചക്കുറവുള്ള മനുഷ്യൻ്റെ വാക്കുകൾ സ്വീകരിക്കില്ല. ഈ മനുഷ്യരാണ് കൊലപാതകം ചെയ്ത് മോഷണം നടത്തിയെന്ന് ഒരാൾ കൃതിക്കൂട്ടി നിന്ന് സാക്ഷിക്കുട്ടി എന്ന് പറയുമ്പോൾ കോടതിയിലെ വക്കീൽ അല്ലെങ്കിൽ ജഡ്ജി ചോദ്യം ചെയ്ത് നിനക്ക് ദൂരക്കാഴ്ചയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ കണ്ടു?
ഈ 100 അടി ദൂരത്ത് ഈ മനുഷ്യൻ തന്നെയാണെന്ന് എങ്ങനെ കണ്ടു? അത് വേറൊരാൾ പറഞ്ഞതാണ്. ഒരിക്കലും അത് സ്വീകരിക്കില്ല കോടതിയിൽ. ദൃക്സാക്ഷിയല്ല, എന്നാൽ കാഴ്ചയില്ല. ഇപ്പോൾ കാഴ്ചയില്ലാത്ത മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല. നമുക്ക് കാഴ്ചയില്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട്. നമ്മുടെ കണ്ണിൽ കോലിരിക്കുന്ന മനുഷ്യന് കാഴ്ചയില്ല, അവന് കാഴ്ച മങ്ങിപ്പോകും. ഇപ്പം പല യഹൂദന്മാർ വിചാരിച്ചു വെച്ചിരുന്നത് അവർ ദൈവം ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. കാരണം നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക ജനമാണ്. ദൈവം നമ്മളെ ഒരിക്കലും ന്യായവിധിക്കില്ല. ദൈവത്തിൻ്റെ പ്രത്യേകമായ ജനമാണ് യഹൂദന്മാർ എന്ന രീതിയിൽ ദൈവം ഒരിക്കലും നമ്മളെ ന്യായവിധിക്കുന്ന ചിന്തയാണ്. അവർ വിചാരിക്കുന്ന ദൈവം പുറജാതികളെ മാത്രമേ വിധിക്കുകയുള്ളൂ, പുറജാതികളെ മാത്രമേ ന്യായം വിധിക്കുകയുള്ളൂ. യഹൂദന്മാരുടെ പ്രത്യേക സംരക്ഷകനാണ് ദൈവം. ഇതാണ് അവിടെ കാഴ്ചപ്പാട്. പഴയ കാലത്ത് മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യഹൂദന്മാരുടെ ഈ ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ച് മീഖാ പ്രവാചകൻ തന്നെ പറയും. അവരുടെ തലവന്മാർ സമ്മാനം വാങ്ങുന്നു, സമ്മാനം വാങ്ങിയാണ് അവർ ഉപദേശിക്കുന്നത്. പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ട് അവർ യഹോവയെ ചാരിക്കൊണ്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? യഹോവ നമ്മുടെ ഇടയിലില്ലയോ അനർത്ഥം നമുക്ക് വരികയില്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ്, നമുക്കൊന്നും വരില്ല. ഈ ഒരു മനോഭാവം, കാഴ്ചപ്പാടാണ് അന്ന് അവർക്കുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊരു അപകടം വരില്ല. യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലേക്ക് കർത്താവിൻ്റെ വഴിയൊരുക്കാൻ കടന്നു വരുമ്പോൾ യഹൂദന്മാരായ പലരും യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് വന്നു. കാരണം 400 വർഷക്കാലമായിട്ട് ഭൂമിയിലെ അരുളപ്പാടുകളോ പ്രവചനങ്ങളോ ദൈവശബ്ദമോ ഒന്നുമില്ല. യോഹന്നാൻ സ്നാപകൻ കടന്നു വരുമ്പോൾ അനേകം ആൾക്കാർ യോഹന്നാൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. അക്കൂട്ടത്തിൽ പരീശന്മാരും സദൂക്യരിലും പലരും ഉണ്ടായിരുന്നു. അവർ സ്നാനത്തിനായി പരീശന്മാരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഉപദേശം തന്നാർ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുമ്പോൾ അവരുടെ മറുപടി എന്താണ്? യഹൂദന്മാരായിട്ടിവർ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അവരുടെ പാരമ്പര്യത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ അബ്രഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. ആ ഒരു സമീപനം, ആ ഒരു മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. യഹൂദജനത്തിന് നടുവിൽ ദൈവശ്വാസീയമല്ലാത്ത ഗ്രന്ഥങ്ങളും എഴുത്തുകളും അതിൽ യഹൂദജനത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല അഭിപ്രായങ്ങളുണ്ട്. അവിടെ മനോഭാവങ്ങളുടെ പല തെളിവുകളുണ്ട്. അതിൽ ചിലത് 4 പറയാൻ പെട്ടെന്ന്. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു. ലോകത്തിലെ മറ്റെല്ലാ ജാതികളിൽ നിന്നും വ്യത്യസ്തമായി ദൈവം ഇസ്രായേലിനെ പ്രത്യേകമായി സ്നേഹിക്കുന്നു. മറ്റൊന്ന്, ദൈവം പുറജാതികളെ ന്യായം വിധിക്കാനായിട്ട് ഒരു മാനദണ്ഡവും യഹൂദന്മാരെ ന്യായം വിധിക്കാൻ മറ്റൊരു മാനദണ്ഡവുമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ സകല ഇസ്രായേൽ ജനത്തിനും ലോകാവസാനത്തിൽ പ്രത്യേക പങ്ക് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുണ്ടാകും. 4 കുറച്ചും കൂടി തീക്ഷ്ണമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, അബ്രഹാം നരകത്തിൻ്റെ വാതിക്കൽ ഇരുന്നു കൊണ്ട് ഒരു യഹൂദനും ഒരു ഇസ്രായേലിനും നരകത്തിൽ, പാതാളത്തിൽ, ദണ്ഡനസ്ഥലത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിധത്തിൽ യഹൂദന്മാർ അവരെ ഉയർത്തുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസ് പറഞ്ഞു, ഈ നിലവാരം, ഈ കാഴ്ചപ്പാടുകളൊക്കെ തെറ്റാണ്. കാഴ്ചപ്പാടുകളെല്ലാം നിങ്ങൾ യഹൂദനായതുകൊണ്ട്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും എന്ന് വിചാരിക്കരുത്. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കും എന്ന് നിരൂപിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അതൊരിക്കലും സംഭവിക്കില്ല. ശരിയാണ്, പുറജാതികൾക്കില്ലാത്ത ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു യഹൂദന്മാർക്ക്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചു. ദൈവം തിരഞ്ഞെടുത്ത ജനതയാണ്. ധാർമ്മികമായ ഉന്നത നിലവാരത്തിന് അർഹതയുണ്ടായിരുന്നു. ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങളും പാപികളാണ്. നിങ്ങൾക്കിതെല്ലാം അനുഗ്രഹമുണ്ടായിട്ടും നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടവരായിരുന്നു. പക്ഷേ ഇതില്ല. ജാതികളുടെ പ്രകാശമായി നിങ്ങളെ ഉയർത്തിവെച്ചു. നിങ്ങൾ ആ പ്രകാശത്തെ ഊതിക്കെടുത്തിക്കളഞ്ഞു. നിങ്ങൾ ജാതികളുടെ മുമ്പിൽ ഇരുട്ടായി നിന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നീട് പൗലോസ് ഈ റോമാലേഖനത്തിൽ തന്നെ വ്യക്തമായി പറയും, യഹൂദന്മാരും യവനന്മാരും, അതായത് പുറജാതികൾ ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണ്. ഇപ്പം ധാർമ്മിക യോഗ്യത, ധാർമ്മികമായ ശ്രേഷ്ഠത, സൽപ്രവൃത്തി, പുണ്യപ്രവൃത്തി ഒരു മനുഷ്യനെ രക്ഷിക്കില്ല. യഹൂദന്മാരെ മാത്രമെന്നല്ല, ഒരു മനുഷ്യനെ രക്ഷിക്കില്ല. നമ്മൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ ഇടവന്നാൽ അവിടെയുള്ള പലതരത്തിലുള്ള മനുഷ്യവർഗത്തോട് നമുക്ക് ഇടപെടുവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പൊതുവായി സകല രാജ്യത്തിലും കാണാൻ കഴിയുന്ന ഒരു ചിന്താഗതിയുണ്ട്. മിക്കവാറും എല്ലാ രാജ്യത്തിലുള്ള മനുഷ്യരുടെയിലും കാണാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഏത് മതവിശ്വാസിയായാലും പൊതുവെ കാണപ്പെടുന്നൊരു ചിന്താഗതി, നാം ചെയ്യുന്ന സൽപ്രവൃത്തികളെയും പുണ്യപ്രവൃത്തികളെയും അഥവാ നല്ല രീതിയിൽ ജീവിച്ചാൽ ദൈവം നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇതാണ് പല മനുഷ്യരുടെയും കാഴ്ചപ്പാട്. നല്ലവരായി ജീവിച്ചാൽ,
ദൈവത്തിൻ്റെ വരവെങ്കിൽ, ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നാം നിൽക്കുവാനായിട്ട് യോഗ്യത നേടും. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ അർഹത കിട്ടും. അത് ഏതൊരു ദൈവത്തെ വിശ്വസിച്ചാൽ. ഇവിടാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ ഇതൊരു തെറ്റായ തീരുമാനമാണ്, തെറ്റായ ചിന്താഗതിയാണ്, ഇത് വാസ്തവമല്ല. അപ്പോൾ അവർ എന്തടിസ്ഥാനത്തിലാണ് ഈ ചിന്താഗതി കൊണ്ടുവച്ചിരിക്കുന്നത്? കാരണം മറ്റുള്ളവരെ പോലെ ഞാൻ ദോഷമൊന്നും ചെയ്യുന്നില്ല, ഒരു ദ്രോഹവും ആർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ കഴിയുന്ന സഹായം പരസ്യമാക്കുന്നില്ല, ഞാൻ എന്നാൽ കഴിയുന്ന സഹായം പലർക്കും ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല, മോഷ്ടിച്ചില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, കൊല ചെയ്തിട്ടില്ല, മറ്റൊരുത്തൻ്റെ ഒരു വസ്തുവും ഞാൻ കൈവച്ചിട്ടില്ല. ഞാൻ അവരെക്കാളൊക്കെ ശ്രേഷ്ഠമായി വേറിട്ട് നല്ല രീതിയിലുള്ള ജീവിതം ജീവിക്കുകയാണ്. ഞാൻ നല്ലവനായതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ നിൽക്കാൻ അർഹതയുണ്ടാകും. ഇതാണ് മനുഷ്യരുടെ ധാരണ. ഇത് തെറ്റാണ്, അസംബന്ധമാണ്. ഈ വിലയിരുത്തൽ കാഴ്ചയില്ലാത്തവരുടെ വിലയിരുത്തലാണ്, ഒരുതരം ആത്മീക അന്ധതയാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, നിങ്ങൾ മറ്റൊരാളോട് 20 ലക്ഷം രൂപ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ 10 ലക്ഷമേ കടപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ 10 ലക്ഷം ഒഴിവാക്കി കിട്ടും. ഇല്ല, 2 പേരും കടക്കാരാണ്. 20 ലക്ഷത്തിൻ്റെ കടവും 10 ലക്ഷത്തിൻ്റെ കടവും ഉള്ളവർ 2 വ്യക്തികൾ, രണ്ടും കടക്കാരാണ്. അപ്പോൾ പാപത്തിൻ്റെ വലിപ്പമനുസരിച്ചല്ല, പാപമാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്. എല്ലാവരും ഒരേപോലെയുള്ള പാപമല്ല ചെയ്യുന്നത്, പക്ഷേ എല്ലാവരും പാപികളാണ്, അതുകൊണ്ട് എല്ലാവരും കടക്കാരാണ്. ഇപ്പോൾ നാം ധാർമ്മികമായി നല്ലവരാണോ ധാർമ്മികമായി മോശമാണോ എന്ന് വസ്തുത നോക്കാതെ തന്നെ, അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ദൈവവചനത്തിൻ്റെ സാക്ഷ്യമാണ്. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയും, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 23-ൽ അതേ അധ്യായം 3-ാം അധ്യായം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായത്. ആത്മീകവും നിത്യവുമായ മരണത്തിന് മാത്രമാണ് നമുക്ക് യോഗ്യത, അർഹത. നമുക്ക് ലഭിക്കേണ്ട അർഹത ആത്മീക മരണമാണ്, നിത്യമരണമാണ്, തീച്ചുളയിലെ മരണമാണ്. ഒരിക്കലും നശിക്കാതെ തീച്ചുളയിൽ കിടന്ന് വെന്തുരുകയാണ്. ന്യായമായി നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ. നമ്മുടെ നന്മ കൊണ്ട്, പുണ്യം കൊണ്ട്, ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം നന്മ കൊണ്ടും പുണ്യം കൊണ്ടും രക്ഷ പ്രാപിച്ചാൽ തീർച്ചയായും 2 പേർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് മാനദണ്ഡമെങ്കിൽ സൽപ്രവൃത്തി, പുണ്യപ്രവൃത്തി, ധാർമ്മിക വിശുദ്ധ ജീവിതം. ഈ സൽപ്രവൃത്തി, പുണ്യപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഭൂമുഖത്ത് രക്ഷപ്പെടാൻ സാധിച്ചാൽ 2 പേർക്ക് സാധിക്കും. 2 പേർക്ക് സാധിക്കുമെങ്കിൽ 100 പേർക്ക് സാധിക്കും. 100 പേർക്ക് സാധിക്കും, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സാധിക്കും. പക്ഷേ ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരാളെ മാത്രം ധാർമ്മികമായ സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ട് അയാളെ രക്ഷിച്ച ദൈവം എല്ലാവരെയും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരിലും എന്തെങ്കിലും നന്മയുണ്ടാകും. അപ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ കടപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു എന്തിനാണ് വന്നത്? രക്ഷാപദ്ധതി എന്തിനാണ്? എല്ലാവരും ധാർമ്മികമായ സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് രക്ഷ പ്രാപിച്ച പോരെ? കർത്താവ് യേശു ക്രൂരമായ വേദനയും പീഡനവും അപമാനവും ഈ രക്തച്ചൊരിച്ചിലുമൊക്കെ അനുഭവിക്കേണ്ട കാരണം എന്താണ്? മത്തായി 26:39 പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണം. കഴിയുമെങ്കിൽ, വേറെ വഴി ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന്, രക്ഷയ്ക്ക്, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ദൈവപുത്രൻ എന്തിനാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്, കാൽവരി ക്രൂശിൽ യാഗമായത്? ഇപ്പം മറ്റൊരു വഴിയില്ല. പുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും കൊണ്ടൊന്നും ഒരു മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടില്ല. കർത്താവ് യേശുക്രിസ്തു വ്യക്തമായി തന്നെ പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രയും വിളിപ്പാൻ വന്നതെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആ വാക്യം. യേശു എന്താ ഉദ്ദേശിച്ചത്? ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രയും വിളിക്കാൻ വന്നത്. ഇവിടെ യേശു നീതിമാന്മാരെയല്ല എന്ന് പറഞ്ഞത് അവിടെ മനുഷ്യരുടെ കൂട്ടത്തിൽ നീതിമാന്മാരായിട്ട് കുറച്ച് പേരുണ്ടെന്നല്ല. പിന്നെ എന്താണ് യേശു ഉദ്ദേശിച്ചത്? നീതിമാന്മാരാണെന്ന് സ്വയം തീരുമാനിക്കുന്ന ചിലർ, വേഷം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും ആത്മീക പ്രവർത്തനങ്ങൾ കൊണ്ടും ഞാൻ നീതിമാനാണെന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരാളെയും യേശുവിൻ്റെ അടുക്കൽ വരില്ല. യേശുവിനെ വിളിക്കാനല്ല വന്നത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ നീതിമാന്മാരെയല്ല രോഗികളെയാണ് വിളിക്കാൻ വന്നത്. ഇപ്പോൾ യേശുവിടെ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. നീതിമാന്മാരെയല്ല പാപികളെ എത്ര വിളിക്കാൻ വന്നത്. കാരണം അവർക്കാണ് ആവശ്യം രക്ഷകൻ്റെ. മറ്റവർക്ക് രക്ഷകൻ്റെ ആവശ്യമില്ല. ഞാൻ നീതിമാനാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും എൻ്റെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവം നീക്കാൻ യോഗ്യനാണ്. ഞാൻ അവനെ പോലെയല്ല. ഞാൻ പതാരം കൊടുക്കുന്നു, ഉപവസിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു, ഇതുവരെ കർത്തൃമേശ മുടക്കിയിട്ടില്ല, ഇതുവരെ കൂട്ടായ്മ മുടക്കിയിട്ടില്ല. മുടക്കരുത്, കർത്തൃമേശ എല്ലാ ആഴ്ച കർത്തൃ ദിവസം എടുക്കണം. പക്ഷേ ഇത് വെച്ചുകൊണ്ടല്ല നമ്മൾ ദൈവം നിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നീതിമാൻ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം എന്നെ അംഗീകരിക്കുന്നത്. കർത്താവ് ഇങ്ങനെയുള്ളവരെ വിളിക്കാനല്ല ഞാൻ വന്നത്, പാപികളെ വിളിക്കാനത്ര ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം രോഗമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഡോക്ടറെ അടുക്ക പോകില്ല. ഡോക്ടറെ അടുക്ക പോകണമെന്ന് ഒരാൾ തീരുമാനിക്കുന്നത് തനിക്ക് രോഗമുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമുള്ളവനെ രക്ഷകനെ തേടുകയുള്ളൂ. എൻ്റെ കൈ നിറയെ ചെളിയാണ്, അഴുക്കാണ്, മലിനമായ വസ്തു പറ്റിപ്പിടിച്ചിരിക്കുന്ന ബോധ്യമുള്ളവനെ അത് കഴുകി വെടിപ്പാക്കാൻ ശ്രമിക്കുകയുള്ളൂ. സ്വയം നീതിമാനായിട്ട് ചമയുന്ന, ചിന്തിക്കുന്ന, പരിഗണിക്കുന്ന ഒരു വ്യക്തിയും ദൈവത്തിലേക്ക് വരില്ല. യേശു അവരെ വിളിക്കാനല്ല വന്നത്. അതാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ രക്ഷയിലേക്ക് കടന്നു വരെയുള്ള ആദ്യത്തെ പടി തന്നെ ഇതാണ്. എൻ്റെ പാപാവസ്ഥ ഞാൻ തിരിച്ചറിയണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എൻ്റെ ദാരിദ്ര്യം ഞാൻ തിരിച്ചറിയണം. എൻ്റെ ആവശ്യം, കർത്താവിനായുള്ള എൻ്റെ ആവശ്യം, രക്ഷകന് വേണ്ടിയുള്ള എൻ്റെ ആവശ്യം ഞാൻ ബോധ്യപ്പെടണം. ഇപ്പോൾ നാം പറയുകയാണ്, ഞാൻ നല്ലൊരു ജീവിതം ജീവിച്ചാൽ രക്ഷ പ്രാപിക്കും. അതിൻ്റെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ധാർമ്മികമായ സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളൊന്നും ആവശ്യമില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ആവശ്യമാണ്. റോമലേഖനത്തിൽ തന്നെ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ദൈവത്തിലെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 12-ന്റെ 1-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികത ഇന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഒരു മാനദണ്ഡം, ഒരു ജീവിത നിലവാരം വ്യക്തമായി വെച്ചിട്ടുണ്ട്. ഇവിടെ ധാർമ്മികമായ സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ഒന്നും വേണ്ടെന്നല്ല. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം രക്ഷിക്കുന്നതെന്ന് ഞാൻ കേട്ടല്ലോ, അതുകൊണ്ട് ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെടും എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം നമുക്ക് ദൈവം കയറി ചെന്ന് അവകാശപ്പെടാനൊന്നുമില്ല. റോമലേഖനം 16:19 തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയും, 16:19, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നത്, എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞരുമാകണം ഞാൻ എത്തിക്കുന്നു. തിന്മയ്ക്ക് അജ്ഞര്, തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, നന്മയെ കൂടുതൽ ചെയ്യണം. ജീവിത നിലവാരമുണ്ട് ദൈവമക്കൾക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരോട് പൗലോസ് കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്ന യഹൂദ ജനത്തോട് ധാർമ്മികമായി അവരുടെ നന്മകളും സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അവർ യോഗ്യരാണ് എന്നുള്ള ചിന്തിക്കുന്ന യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഈ ചിന്ത തെറ്റാണ്. കർത്താവ് യേശു പോലും പറഞ്ഞു, ആരോഗ്യമുള്ളവരെ വിളിക്കാനല്ല താൻ വന്നത്. എന്നുവെച്ചാൽ സ്വയം ആരോഗ്യമുള്ളവരാണ്, ഞാൻ നീതിമാന്മാരാണ് എന്ന് സ്വയം തോന്നുന്ന, എനിക്കെല്ലാം കാണാം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്കെല്ലാം കാണാമെന്നുള്ള ചിന്ത തന്നെ നിങ്ങൾ കുരുടരാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമായിരിക്കും. കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിക്കും. കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, എന്നിൽ മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ എന്നെ വെടിപ്പാക്കണമേ എന്ന് വിളിക്കും. ശരിക്ക് കാഴ്ചയുള്ളവൻ അങ്ങനെ വിളിക്കും. എനിക്കെല്ലാം കാണാമെന്ന് പറയുന്ന, എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്ന മനുഷ്യൻ ഒന്നും അറിയാത്ത, അറിവില്ലാത്തവനാണ്. അതുകൊണ്ടാണ് നമ്മളോട് കൽപ്പിച്ചതൊക്കെ ചെയ്തിട്ടും നമുക്ക് നമ്മോടുള്ള സമീപനം എന്താണ്? ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാനാകുന്നത് കൃപയാലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ന് നമ്മൾ കേട്ടത് എന്താണ്? നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നാം എത്ര നന്മയുള്ള, ശ്രേഷ്ഠതയുള്ള, ഉദാത്തമായ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് രക്ഷ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. പാപമോചനം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ദൈവത്തിലുള്ള നീതീകരണം നമ്മുടെ നന്മ പുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല. നാം രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവകൃപയാൽ മാത്രമാണ്, കൃപയാലല്ലോ. ആ കൃപ എന്ന ദാനം നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്, അനുസരണമുള്ള വിശ്വാസത്താലാണ്. കൃപയാണ്. കൃപയാൽ രക്ഷിക്കപ്പെടാത്ത ഒരാളും രക്ഷിക്കപ്പെടില്ല. കൃപയാണ്. എൻ്റെ സൽപ്രവൃത്തി, പുണ്യപ്രവൃത്തി, നല്ല പ്രവൃത്തികൾ നിരത്തിക്കൊണ്ട് അത് കണ്ടിട്ട് ദൈവം വിലയിരുത്തി മാർക്കിട്ട് ശരി നീ രക്ഷപ്പെട്ടു, അതല്ല ദൈവത്തിൻ്റെ മാർഗം. കൃപയാൽ. ഈ തിരിച്ചറിവ് ദൈവം നമുക്ക് ഉണ്ടാകട്ടെ. ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഇതാണ് ദൈവമക്കളായിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന കാര്യം. അപ്പോൾ നമ്മൾ രക്ഷകൻ്റെ ആവശ്യം മനസ്സിലാക്കുക, വൈദ്യൻ്റെ ആവശ്യം മനസ്സിലാക്കുക. അതിന് നമ്മൾ രോഗിയാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ഓടി വരും, എൻ്റെ അടുക്കൽ വരുവേ. യേശുവിൻ്റെ ആവശ്യം ബോധ്യപ്പെടും. ദൈവങ്ങളെ സഹായിക്കും.